Ishmorio, Igidoyo, Darohuso, Nathan Shuddhan, Harish Kadish. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യമേ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ മത്തായിയുടെ രക്ഷാകരമായ സുവിശേഷത്തിലെ പ്രസക്ത ഭാഗങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വന്നത്. എന്താണ് മത്തായിയുടെ സുവിശേഷം സംക്ഷിപ്തമായി നമ്മളോട് പറയുന്നത് എന്നാണ് പ്രഭാത വിചാരം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രവാചകന്മാർ വാഗ്ദത്തം ചെയ്ത നേതാവിൻ്റെ ആഗമനത്തിനായി നൂറ്റാണ്ടുകളായി ഭക്തിയുള്ള യഹൂദന്മാർ കാത്തിരിക്കുകയായിരുന്നു. മശീഹയായി വരുന്ന ഈ രക്ഷകനായ നേതാവ് റോമ സാമ്രാജ്യത്തിൻ്റെ നുകത്തിൻ്റെ കീഴിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും പണ്ട് അവർക്കുണ്ടായിരുന്ന പോലുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രം പുനഃസ്ഥാപിച്ച് കൊടുക്കുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. തന്നെയല്ല, അവരുടെ ഈ രാജാവ് നീതിയോടെ ലോകഭരണം നടത്തുമെന്നും അവർ ആഗ്രഹിച്ചു. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ യേശു രാജാവായി പിറന്നവനാണെന്ന് മത്തായി ശ്ലീഹ തെളിയിച്ചു കൊടുത്തു. ദാവീദിൻ്റെ പിന്തുടർച്ചക്കാരനായ രാജാവാണ് ക്രിസ്തു എന്നതിന് വംശപരമ്പരയുടെ തെളിവ് വിശുദ്ധ മത്തായി നൽകുന്നുണ്ട്. പക്ഷേ യേശു ഭൗതിക സാമ്രാജ്യ സ്ഥാപകനല്ല, മറിച്ച് സ്വർഗീയ രാജാവാണെന്ന് മത്തായി അവരെ ബോധ്യപ്പെടുത്തുകയാണ് തൻ്റെ സുവിശേഷത്തിലൂടെ. അനന്ത രാജ്യത്വമെന്ന നിലയിൽ കർത്താവിൻ്റെ രാജ്യത്വത്തിന് ദാവീദിൻ്റേതിനേക്കാൾ മഹത്വമുണ്ട്. യേശുവിൻ്റെ ജനനത്തിങ്കൽ തന്നെ അവൻ രാജാവാണെന്ന് തെളിഞ്ഞിരുന്നുവല്ലോ. വിദ്വാൻമാർ, ഹെരോദാവ്, സാത്താൻ മുതലായവർ അത് മനസ്സിലാക്കുകയും ചെയ്തു. ഹെരോദാവും സാത്താനും അവനെ ഒടുക്കിക്കളയുവാൻ ശ്രമിച്ചപ്പോൾ വിദ്വാൻമാർ അവന് കാഴ്ചകൾ നൽകി ആദരിച്ചു. കർത്താവ് ആരാണെന്നറിഞ്ഞ് അവന് മഹത്വം കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നാണ് മത്തായിയുടെ സുവിശേഷം നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ കർത്താവ് ഗിരിപ്രഭാഷണത്തിലൂടെ നൽകുന്നുണ്ട്. അവൻ്റെ രാജ്യത്വവും ഭൗതിക രാജ്യവും തമ്മിലുള്ള അന്തരം വ്യക്തമാക്കുവാൻ യേശു നിരവധി ഉപമകൾ എടുത്തു പറയുന്നുണ്ട്. ക്ഷമ, സമാധാനം, മറ്റുള്ളവർക്ക് തന്നേക്കാൾ പ്രാമുഖ്യം നൽകുക എന്നീ ഗുണങ്ങളുള്ളവരാണ് ദൈവരാജ്യത്തിലെ മഹാന്മാർ എന്ന് കർത്താവ് തൻ്റെ പരിശുശ്രൂഷ കാലത്ത് പഠിപ്പിച്ചു. ദൈവരാജ്യത്തിൽ വലിയവനാകുവാൻ ദൈവിക മാനദണ്ഡത്തിൽ നാം ജീവിക്കണം. ദൈവരാജ്യത്തിലെ വിശ്വസ്ത പ്രജകളായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണമെന്നാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ കാട്ടിത്തരുന്നത്. ലൗകിക സ്വർഗീയ സാക്ഷ്യങ്ങളോടും അനേകം തെളിവുകളോടും കൂടെ ആധികാരികമായിട്ട് തന്നെയാണ് യഹൂദജനത്തിൻ്റെ മുമ്പാകെ യേശു അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ അവൻ നിരസിക്കപ്പെട്ടു. ഒരു രാജാവിനെ അറസ്റ്റ് ചെയ്യുക, വിസ്തരിക്കുക, ക്രൂശിക്കുക എന്നുള്ളതെല്ലാം എത്ര വിചിത്രമായ സംഭവങ്ങളാണ്. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സർവ കുറവുകളും നികത്തി സ്വന്തം ആളത്വം കർത്താവ് വെളിപ്പെടുത്തി. ഇന്ന് ക്രിസ്തു മുഖാന്തരം നാം സ്വർഗരാജ്യത്തിന് അവകാശികളായി തീർന്നിരിക്കുന്നു. ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കർത്താവായി അംഗീകരിച്ച് നമുക്കും ദൈവരാജ്യത്തിന് അവകാശികളായി തീരാം എന്ന് വിശുദ്ധ മത്തായിയുടെ രക്ഷാകരമായ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ചിന്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. പരമകാരുണ്യവാനായ ദൈവം അദൃശ്യമായ കരങ്ങളിൽ നമ്മെല്ലാവരെയും വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിൻ നയവാന്മാരും ഹാലേ
അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിൻ മൂലം